റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു RCB IPL-ലെ ആദ്യ മത്സരം മുതൽ ഈ ടീം ഇവിടെയുണ്ട്. ചില സീസണുകളിൽ അവർ അമ്പയെ പരാജയമായി, മറ്റു ചിലപ്പോൾ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു. കപ്പെണ്ണം പറയാനില്ലെങ്കിലും RCB എന്ന പേര് IPL-ലെ ഐക്കോണിക് ബ്രാൻഡുകളിലൊന്നാണ്. നിറഞ്ഞാടുന്ന സമയത്തും ഇല്ലായ്മകളുടെ കാലത്തും ഒരുപോലെ ഇളകി മറിയുന്ന ഒരു ഗാലറി അവർക്കുണ്ട്. ഏതൊരു ടീമിനെയും കൊതിപ്പിക്കുന്ന ആരാധക കൂട്ടം. ഫുട്ബോൾ ടീമുകൾക്കൊക്കെ കാണുന്ന പോലെയുള്ള ലോയൽ ഫാൻസ്. എന്താണ് RCB-യുടെ ട്രാക്ക് റെക്കോർഡ്? 18 സീസണുകളിൽ കളിച്ചു, 3 തവണ റണ്ണേഴ്സ് അപ്പായി. അതിൽ 2 തവണയും കിരീടത്തിലേക്കെന്ന് തോന്നിച്ച ശേഷം അവസാന നിമിഷം വിജയം കൈവിട്ടു. സത്യത്തിൽ RCB നിലവിൽ കൺസിസ്റ്റന്റ് ആയ ടീമാണ്. പോയ 5 സീസണുകളിൽ 4 തവണയും അവർ പ്ലേ ഓഫിലുണ്ട്, 1 തവണ പ്ലേ ഓഫിനടുത്ത് വീണു. പോയ സീസൺ അവരുടെ ആരാധകർക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളതായിരുന്നു. ആദ്യത്തെ 8 മത്സരങ്ങളിൽ 7 തോറ്റ ടീം. അതോടെ പരിഹാസങ്ങളും പുച്ഛങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പറന്നു നടന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ RCB ഒരു വരവ് വന്നു. തുടർന്നുള്ള 6 മത്സരങ്ങളും വിജയിച്ച് കാൽക്കുലേറ്ററിനെ പോലും തകർത്തുകൊണ്ട് പ്ലേ ഓഫിലേക്ക്. പക്ഷേ ഐതിഹാസികമായ കുതിപ്പ് നടത്തിയ ആ ടീമിൽ നിന്നും നിലനിർത്തിയത് 3 പേരെ മാത്രം: വിരാട് കോഹ്ലി, രജത് പട്ടീദാർ, യാഷ് ദയാൽ. അഥവാ മെഗാലയലത്തിൽ മുഖമിനുക്കി വരുന്ന ടീമുകളിൽ ഒന്നാണ് RCB. രാഹുൽ ദ്രാവിഡ്, കെവിൻ പീറ്റേഴ്സൺ, അനിൽ കുംബ്ലെ, ഡാനിയൽ വെറ്റോറി, വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലസിസ്. അധികാരിയുടെ കയ്യിലിരുന്ന RCB ക്യാപ്റ്റൻ എന്ന മുൾക്കിരീടം ഇക്കുറി രജത് പട്ടീദാറുടെ കൈകളിലാണ്. ക്യാപ്റ്റൻ മെറ്റീരിയലുകൾ ടീമിലില്ലാതെ വന്നതോടെ കോഹ്ലി വീണ്ടും അമരക്കാരനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്നേ വരെ കളിച്ചിട്ടില്ലാത്ത പട്ടീദാറിൽ മാനേജ്മെന്റ് വിശ്വസിച്ചു. മുഷ്താഖ് അലി ട്രോഫിയിൽ മധ്യപ്രദേശിനെ ഫൈനലിലെത്തിച്ച പട്ടീദാർ അതിന് പോന്നവൻ തന്നെയാണ്. ഇനി ടീം ലൈനപ്പിലേക്ക് വരാം. AB ഡിവില്ലിയേഴ്സ്, ക്രിസ് ഗെയിൽ, ഫാഫ് ഡുപ്ലസിസ്, ഗ്ലെൻ മാക്സ്വെൽ എന്നിങ്ങനെ നീളുന്ന പേരുകളുടെ കനം ഈ ടീമിനില്ല. പക്ഷേ ഒരു ബാലൻസ്ഡ് ആയ 2020 ക്രിക്കറ്റിൽ ഇതിനോടകം പേര് പതിപ്പിച്ച ഒരു പറ്റം താരങ്ങൾ അവർക്കുണ്ട്. ഓപ്പണിംഗിൽ ഒരു സ്ലോട്ട് കിങ് കോഹ്ലിയാകുമെന്ന് ഉറപ്പാണ്. തൻ്റെ ജേഴ്സി നമ്പർ തന്നെയായ 18ാം സീസണിൽ കിങ് തൻ്റെ കൺസിസ്റ്റൻസി ആവർത്തിക്കുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. കോഹ്ലി ആദ്യ ഓവർ മുതലേ ഇൻറ്റൻറ്റ് കാണിക്കുമോ അതോ വിക്കറ്റ് സൂക്ഷിച്ചു കളിക്കുമോ എന്നത് ടീമിൻ്റെ ഗെയിം പ്ലാൻ അനുസരിച്ചായിരിക്കും. പക്ഷേ അപ്പുറത്തുള്ള ഫിൽ സോൾട്ടിന് ഒരു ജോലിയേ ഉള്ളൂ: ആദ്യ പന്ത് മുതൽ ആഞ്ഞടിക്കുക. പോയ സീസണിൽ കൊൽക്കത്തക്കായി 152 സ്ട്രൈക്ക് റേറ്റിൽ 435 റൺസാണ് സോൾട്ട് അടിച്ചെടുത്തത്. 3ാം നമ്പറിൽ രജത് പട്ടീദാർ എത്തും. പോയ സീസണിലെ RCB ട്രാൻസ്ഫോർമേഷനിലെ പ്രധാനി. ഈ സീസണിലും RCB ഇന്നിംഗ്സിന്റെ ഗതി നിർണ്ണയിക്കുക പട്ടീദാറുടെ ബാറ്റായിരിക്കും. പവർ പ്ലേക്ക് ശേഷം എത്തുന്ന സ്പിന്നർമാരെ തൂക്കിയടിക്കുക എന്നതായിരിക്കും ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം. തുടർന്നെത്തുക ലിയാം ലിവിങ്സ്റ്റൺ. ലിവിങ്സ്റ്റന്റെ മസിൽ പവറിലും ഹിറ്റിംഗ് എബിലിറ്റിയിലും ആർക്കും സംശയമില്ല. പക്ഷേ സംശയമുള്ളത് അയാളുടെ കൺസിസ്റ്റൻസിയിലാണ്. പോയ വർഷം പഞ്ചാബ് ജേഴ്സിയിലും അമ്പയെ പരാജയമായിരുന്ന ലിവിങ്സ്റ്റൺ ചിന്നസ്വാമിയുടെ ബാറ്റിംഗ് ട്രാക്കിൽ താളം കണ്ടെത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ജിതേഷ് ശർമ്മ. ഇന്ത്യക്കാരനായതിനാൽ ടീമിൽ സ്ഥിര സാന്നിധ്യമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള താരമാണ് ജിതേഷ്. ഫിൽ സോൾട്ട് ഉണ്ടെങ്കിലും വിക്കറ്റ് ഗ്ലൗസും ജിതേഷ് അണിയാനാണ് സാധ്യത. കുറേ കാലമായി DK ചെയ്തിരുന്ന ഫിനിഷറുടെ റോൾ ആരു ചെയ്യും? 2 ഓപ്ഷനുകൾ അവർക്കുണ്ട്: ജേക്കബ് ബെത്തൽ ആൻഡ് ടിം ഡേവിഡ്. 2 പേരും പൊട്ടൻഷ്യലുള്ള താരങ്ങളാണ്. ഇംഗ്ലണ്ടിനായി അണ്ടർ-19 മത്സരങ്ങളിലും ഫ്രാഞ്ചൈസി ലീഗിലുമെല്ലാം തകർത്തടിക്കുന്ന ബദലിൽ RCB ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മുംബൈയിൽ കീരൻ പൊള്ളാഡ് എന്ന അധികായന് പകരമാകാൻ എത്തിയവനാണ് ടിം ഡേവിഡ്. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ അവിടെ സാധിച്ചില്ല. ഇനി ലിവിങ്സ്റ്റൺ ഫോമിലല്ലെങ്കിൽ ബെത്തലിനെയും ഡേവിഡിനെയും ഒന്നിച്ചു കളിപ്പിക്കാനും സാധ്യതയുണ്ട്. ഏകമനായി വരുന്ന കൃണാൽ പാണ്ഡ്യയുടെ സാന്നിധ്യം ബാറ്റിംഗ് ലൈനപ്പിന്റെ ഡെപ്ത് കൂട്ടും. ദേവദത്ത് പടിക്കലിനെ ഇമ്പാക്ട് പ്ലെയറായി യൂസ് ചെയ്യാനാണ് സാധ്യത. പൊതുവെ എല്ലാ കാലത്തും RCB-യുടെ തോൽവിയുടെ പാപഭാരമെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നത് ബൗളർമാരാണ്. ഇക്കുറി പക്ഷേ ഭേദപ്പെട്ട ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് അവർക്കുണ്ട്. പോയ കാലത്തെ ബ്രാൻഡല്ലെങ്കിലും പരിചയസമ്പത്തുമായി ഭുവനേശ്വർ കുമാർ, പരിക്ക് മാറിയെത്തിയ സാക്ഷാൽ ജോസ് ഹേസൽവുഡ്, കൂടെ നിരവധി വേരിയേഷനുകൾ കയ്യിലുള്ള യാഷ് ദയാലും റാസിഖ് സലാമും, സ്പിന്നിനെ നയിക്കാൻ സുയാഷ് ശർമ്മ, കൂടെ ഒരു പറ്റം പാർട്ട് ടൈം ബൗളർമാരും. പതിവിൽ നിന്നും വിപരീതമായി RCB-ക്ക് ഇക്കുറി ഓൾറൗണ്ടർമാരുടെ നീണ്ട നിര തന്നെയുണ്ട്. കൃണാൽ പാണ്ഡ്യ, സ്വപ്നിൽ സിംഗ്, മനോജ് ബൈഡാക്കെ എന്നിവർ ബാറ്റും പന്തുമെടുക്കും. ലിയാം ലിവിങ്സ്റ്റൺ, ജേക്കബ് ബദൽ, ടിം ഡേവിഡ് എന്നിവരും പന്തെടുക്കാൻ പോന്നവരാണ്. അഥവാ ഇതൊരു ബാലൻസ്ഡ് ടീമാണ്. പന്തെറിയാനും ബാറ്റെടുക്കാനും രണ്ടും ചെയ്യാനും ആളുണ്ട്. അപ്പോൾ ഈ സാല കപ്പ് നമ്മെ.